ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ബ്ലർബ് എന്താണെന്ന് അറിയാമോ? ഈ ലെസണിൽ നമ്മൾ ബ്ലർബിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ബ്ലർബ് എന്താണെന്ന് നോക്കാം. പിന്നെ പ്രേംചന്ദിന്റെ കഹാനിയായിട്ടുള്ള ബൂഢി കാക്കിയുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ബ്ലർബാണ് നോക്കാനുള്ളത്. പിന്നെ ഒരു നോവലായിട്ടുള്ള ഗോദാൻ, അതിന്റെ ബ്ലർബാണ് നോക്കാനുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടഫ് വേർഡ്സിന്റെ മീനിങ്സ് ഒക്കെ സൈഡിൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബൂഢി കാക്കി എന്ന കഥയുടെ ഒരു ബ്ലർബാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബ്ലർബ് അല്ലെങ്കിൽ ശസ്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ब्लर्ब किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले പ്രേരക് സാരാംശ് हैं. ബ്ലർബ് എന്ന് വെച്ചാൽ ഏതെങ്കിലും പുസ്തകമോ സിനിമയോ അല്ല മറ്റ് കലാസൃഷ്ടികളോ ഒക്കെ പ്രേക്ഷകരിലേക്കും വായനക്കാരിലേക്കും ഒക്കെ എത്തിക്കാൻ, അവരെ അത് വായിക്കാനോ കാണാനോ ഒക്കെ പ്രേരിപ്പിക്കാനായിട്ട് എഴുതുന്ന शॉर्ट समरीज ആണ്. ब्लर्ब में किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. ബുക്കിനെയോ സിനിമയെയോ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ ബ്ലർബിൽ ഉണ്ടാവുക. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. സൃഷ്ടിയെയും സൃഷ്ടികർത്താവിനെയും കുറിച്ചുള്ള സാമാന്യ വിവരങ്ങളും ഇതിലുണ്ടാവും. किसी लोकप्रिय पात्र हो तो उसका भी जिक्र करना अच्छा होगा. ജനപ്രിയരായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ ഇതിൽ ഭാഗമാണെങ്കിൽ അവരെ കുറിച്ചുകൂടി ബ്ലർബിൽ സൂചിപ്പിക്കേണ്ടതാണ്. ब्लर्ब आमतौर पर किताब या प्रचरण सामग्री के पिछले आवरण पृष्ठ पर छपा जाता है. പുസ്തകത്തിൻ്റെ ബാക്കിലെ കവർ പേജിലാണ് സാധാരണയായി ബ്ലർബ് അച്ചടിച്ച് വരാറുള്ളത്. ब्लर्ब के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाएं. കലാസൃഷ്ടിയിലേക്ക് പ്രേക്ഷകരെയും വായനക്കാരെയും ആകർഷിക്കുകയാണ് ഉദ്ദേശം. इस दृष्टि से देखा जाए तो ब्लर्ब स्वयं ही एक सृजनात्मक कार्य है. ആ അർത്ഥത്തിൽ ബ്ലർബ് തന്നെ ഒരു കലാസൃഷ്ടിയാണെന്ന് പറയാം. इसकी भाषा और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाएं. കലാസൃഷ്ടിയിലേക്ക് ആസ്വാദകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഭാഷാശൈലിയാണ് ബ്ലർബിൻ്റെ പ്രത്യേകത. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी. കാലാതീതനായ കഥാകാരൻ പ്രേംചന്ദിൻ്റെ ഹൃദയസ്പർശിയായ കഥയാണ് ബൂഢി കാക്കി. मानवीय करुणा की भावना से ओतप्रोत इस कहानी में बुढ़ापे की समस्या को प्रस्तुत किया गया है. മാനസിക വികാരങ്ങളുടെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഈ കഥയിൽ വൃദ്ധർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर കഹാനി ഇഷാര करती है. സമ്പത്ത് തട്ടിയെടുത്തതിന് ശേഷം ഒഴിവാക്കപ്പെടുന്ന വൃദ്ധരുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ ഏറെയാണ്. ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. बूढ़ी काकी को विधवा हुए 5 वर्ष हो चुके हैं. उसके जवान बेटे की भी अकाल मृत्यु हुई. വൃദ്ധയായ ചെറിയമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷങ്ങളായി. അവരുടെ മകനും യുവാവായിരിക്കെ തന്നെ മരണമടഞ്ഞു. इस संसार में बूढ़ी को अपना कहने वाला कोई नहीं. ഈ ലോകത്ത് അവർക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. काकी अपनी सारी संपत्ति भतीजे के नाम करवाकर उसके साथ रहती थी. സ്വന്തം സമ്പത്തെല്ലാം അനന്തരവൻ എഴുതി കൊടുക്കുകയും പിന്നീട് അവരോടൊപ്പം താമസിച്ചു വരികയുമായിരുന്നു. इंसान की लालच की कोई सीमा नहीं होती. बुद्धिराम और रूपा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിന് അതിർവരമ്പുകളില്ലല്ലോ. അനന്തരവനായ ബുദ്ധിരാമും ഭാര്യ രൂപയും സ്വത്ത് കൈക്കലാക്കുന്നതുവരെ അവരോട് നന്നായി തന്നെയാണ് പെരുമാറിയിരുന്നത്. वे लोग बात बात पर बूढ़ी काकी का अपमान और तिरस्कार करते थे. എന്നാൽ സ്വത്ത് കയ്യിൽ വന്നതും പ്രായമായ ചെറിയമ്മയ്ക്ക് അവർ നൽകിയത് അപമാനവും തിരസ്കാരവും മാത്രമായിരുന്നു. ഭർപേട്ട് ഭോജൻ സേ ഭി വഹ് വഞ്ചിത് തി.
ചെറിയമ്മയ്ക്ക് വയറ് നിറയെ ആഹാരം കിട്ടുന്നത് പോലും വിരളമായി. जो रिश्ते ढीली बुनियाद पर टिके होते हैं वे रिश्ते ही खत्म हो जाते हैं. ബന്ധങ്ങളുടെ അടിത്തറ സ്വാർത്ഥ മോഹങ്ങളാണെങ്കിൽ അവ കൈവരിക്കുന്നതോടെ ബന്ധങ്ങളും അവസാനിക്കുന്നു. छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. പാവപ്പെട്ട ആ വൃദ്ധയോട് കരുണ കാണിച്ചിരുന്നത് വീട്ടിലെ കൊച്ചു പെൺകുട്ടിയായ ലാഡ്ലി മാത്രമായിരുന്നു. മുൻഷി പ്രേംചന്ദ് की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. മുൻഷി പ്രേംചന്ദിൻ്റെ ബൂഢി കാക്കി എന്ന അവിസ്മരണീയമായ കഥയുടെ ഹൃദയസ്പർശിയായ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുള്ളത് ഗുൽസാർജിയാണ്. കിതാബ് കി ഷസ്തി കാ യെ നമൂന പഠേ. നമൂന എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ്. ഒരു ഷസ്തിയുടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോദാൻ എന്നുള്ള നോവലിൻ്റെ ഷസ്തിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. गोदान. प्रेमचंद के उपन्यासों में एक तरफ तो किसान जीवन का विशद चित्रण मिलता है, वहीं दूसरी ओर उनमें पतनशील और उदीयमान सामाजिक शक्तियों की असाधारण पहचान दिखाई देती है. പ്രേംചന്ദ്ജിയുടെ നോവലുകൾ കർഷക ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. സാമൂഹിക ശക്തികളുടെ ഉന്നമനത്തിൻ്റെയും കർഷകരുടെ അധപ്പതനത്തിൻ്റെയും അസാധാരണമായ ചിത്രീകരണമാണ് ഇവയിൽ കാണാൻ സാധിക്കുന്നത്. ഗോദാൻ അനേക് അർത്ഥോ മേ സർവദാ അനൂഠി രചന ഹെ. ഗോദാൻ സവിശേഷതകൾ നിറഞ്ഞ ഒരു രചനയാണ്. इसमें मुनाफे और मेहनत की दुनिया के बीच गहराती खाई को उन्होंने बड़ी बारीकी से चित्रित किया है. കഷ്ടപ്പെടുന്നവൻ്റെയും അതിൽ നിന്നുള്ള ലാഭം പറ്റുന്നവൻ്റെയും ലോകങ്ങൾ തമ്മിലുള്ള അന്തരം ഈ നോവലിൽ വളരെ ആഴത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. गोदान में अनेक किसान पात्रों को उभार कर रखने के बदले उनका ध्यान होरी पर केंद्रित रहा है. ഈ നോവലിൽ കേന്ദ്ര കഥാപാത്രം ഹോരി എന്ന കർഷകനാണ്. അയാളുടെ സ്വഭാവം അന്നത്തെ സാധാരണക്കാരായ കർഷകരുടെ സ്വഭാവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. उसके चरित्र में उन तमाम किसानों की विशेषताएं मौजूद हैं जो ज़मींदारों और महाजनों की धीमे धीमे किंतु बिना रुके चलने वाली चक्की में पिसने के लिए अभिशप्त हैं. ഭൂ ഉടമകളുടെയും പണമിടപാടുകാരുടെയും ചൂഷണത്തിന് വിധേയരാകാൻ വിധിക്കപ്പെട്ട ആ കാലഘട്ടത്തിലെ കർഷകരുടെ പ്രതിനിധിയാണ് ഹോരി. बार बार पढ़ने के बाद भी इस रचना की ताजगी ഖത്തം നഹി ഹോത്തി. യഹ് ഇസ്കി മഹാൻത ഹെ. എത്ര വായിച്ചാലും മതി വരാത്ത, പുതുമ നഷ്ടപ്പെടാത്ത നോവലാണെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സ്നേഹപൂർവ്വം മാളവിക.